ജില്ലാ കളക്ടർ സംസാരിക്കുന്നു അതിലേക്ക്. നമ്മളിപ്പോൾ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വേണ്ടി ശ്രീരാമചന്ദ്രൻ അവരുടെ മോർട്ടൽ റിമൈൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട രാജ്യ മിനിസ്റ്റർ ഇപ്പോൾ ഉടനെ തന്നെ എത്തും. നമ്മൾ ഇതിന് ശേഷം പൊതുദർശനം നമ്മൾ 9 മണിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ക്രൗഡ് അനുസരിച്ച് അതിനുശേഷം നമ്മൾ ക്രെമറ്റോറിയത്തിൽ കൊണ്ടുപോകാനുള്ള ഫാമിലിയുടെ വിഷസ് പ്രകാരം ഫൈനൽ റൈറ്റ്സ് നടക്കും. സ്റ്റേറ്റ്മെൻറ്റ് പ്രതികരിച്ചിട്ട് നമ്മൾ റിസീവ് ചെയ്തപ്പോൾ തന്നെ പ്രസാദ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഞാനുണ്ട്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ ഉണ്ട്. പിന്നെ വേറെ മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട്, ശശീന്ദ്രൻ മിനിസ്റ്റർ, ഇൻപുട്സ് കിട്ടുന്നുണ്ട്. ശ്യാം പറയൂ. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി പ്രസാദാണ് ഭൗതിക ശരീരം ഈ എയർപോർട്ടിൽ വെച്ച് ഏറ്റുവാങ്ങിയത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി പുഷ്പചക്രം അവിടെ അർപ്പിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യൻ, സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ അവിടെ എത്തുകയും ചെയ്തിരുന്നു. അവിടെ ഏകദേശം വലിയൊരു പൊതുദർശനം അടക്കമുണ്ടായിരുന്നു. അവിടെയും വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നതായിരുന്നു. ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാം, ഇവിടെ നല്ലൊരു തിരക്ക്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ മൃതദേഹം കാണുവാൻ വേണ്ടി ഈ അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്നു എന്നതാണ് ഈ ഇടപ്പള്ളിയിലെ ഈ ചങ്ങമ്പുഴ പാർക്കിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഏകദേശം രാവിലെ 9:30 കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. പക്ഷേ ആളുകൾ വരുന്നതനുസരിച്ച് ഈ കാര്യങ്ങൾ 9:30 വരെ പൊതുദർശനം നടത്തിയ ശേഷം ചങ്ങമ്പുഴ പാർക്കിൽ നിന്നും പിന്നീട് ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകില്ലേ? അവിടെ നിന്നാവില്ലേ പിന്നീട് ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി മാറ്റുക? ഈ 9:30 ശേഷം ഇവിടെ നിന്നും വീട്ടിൽ കൊണ്ടുപോവുകയും തുടർന്ന് വീട്ടിൽ മറ്റ് ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതായത് ഈ മൃതദേഹത്തിൻ്റേതായിട്ടുള്ള മറ്റ് ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതിനുശേഷമായിരിക്കും ഈ പറയുന്ന ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിക്കുക. അവിടെ വെച്ചാണ് സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ നടക്കുക. ഈ വീട്ടിലേക്ക് ഇവിടെ നിന്നും ഏകദേശം ഒരു